നമുക്കൊന്ന് പെസഹ അപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അത് പുളിപ്പില്ലാത്ത അപ്പമല്ല, നല്ല മധുരമുള്ള പെസഹ അപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് എടുക്കുന്നുണ്ട്. അത് ഈ ഗ്ലാസ്സിലാണ് എല്ലാം അളന്ന് ഞാൻ എടുക്കുന്നത്. 1 കപ്പ് ഇടിയപ്പം മാവ്, പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകി അതിൻ്റെ പാലെടുത്തതാണ്. ഒരല്പം നല്ല കട്ടിയുണ്ട്, അത് 1.5 കപ്പുണ്ട്. അത്രയും പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ കപ്പിൽ തന്നെ നമുക്ക് പഞ്ചസാര എടുക്കാം. ആ പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലോട്ട് നമുക്ക് ഒഴിച്ചു വയ്ക്കാവേ. ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വെച്ചിരിക്കാം. അരമണിക്കൂറിന് ശേഷം ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരല്പം കട്ടിയായിട്ടിരിക്കും. ഇതാണ് നമുക്ക് ആവശ്യം. പിന്നെ ഈ തട്ടത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഒരല്പം നെയ്യ് തടവിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി കുട്ടുവ എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് തട്ടിൽ അതെടുത്ത് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ആ പാത്രം എടുത്ത്, നെയ്യ് തടവിയ പാത്രം എടുത്ത് അതിൻ്റെ മേളിൽ വെച്ചിട്ട് നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓശാന ഞായറാഴ്ച കിട്ടില്ലേ ഒരു കുരുത്തോല, ആ കുരുത്തോലയിൽ നിന്ന് കുറച്ച് ഭാഗം വെട്ടിയെടുത്തിട്ടാണ് ഞാൻ കുരിശ് വച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മേളിലായിട്ട് കുരിശ് പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാവേ. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ഇതുപോലെ എനിക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തണുത്തിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ നമുക്കിന്ന് 6 മണിക്ക് കുർബാനയുണ്ട്, അതിനുശേഷം വന്നിട്ടിത് കഴിക്കാം. അപ്പോൾ എൻ്റെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.